നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഫ്ഗാന് കൈകൊടുത്ത് പാകിസ്ഥാനെ മുട്ടുമടക്കി തൊഴിച്ച് ഇന്ത്യയെ പിണക്കാതെ ദീർഘകാലത്തേക്ക് ദൃഢബന്ധം നിലനിർത്തി മുന്നോട്ടു പോവാനാണ് പാകിസ്ഥാനുമായി ഇപ്പോൾ യുദ്ധപ്രസ്താവനയിലും ഏർപ്പെട്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനുമായി ഏറെക്കാലമായി അകൽച്ചയിലാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഇപ്പോഴും നൽകുന്ന മാനുഷിക പിന്തുണയും സഹായങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാനെ പരോക്ഷമായി ഏറ്റുമുട്ടലിൽ ഒതുക്കാൻ ഇന്ത്യയും ഒരുങ്ങി തന്നെ ഇരിക്കുകയാണ്. മാനുഷികവും വികസനപരവുമായ പിന്തുണ നൽകി അഫ്ഗാനുമായി കൈകോർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ വൻ സപ്പോർട്ടാണ് അഫ്ഗാനിസ്ഥാന് നൽകുന്നത്. 2021 ശേഷം ഇക്കാലം വരെ വളരെ സംശയത്തോടെയായിരുന്നു ഇന്ത്യ താലിബാൻ ഭരണകൂടത്തെ വീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ താലിബാൻ ഭരണകൂടം വളരെ വലിയ താല്പര്യമാണ് ഇന്ത്യയുമായി നിലനിൽക്കുന്ന ബന്ധത്തിൽ കാത്തുസൂക്ഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ജനങ്ങളുമായി ചേർന്ന് നിന്ന് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. വിദേശകാര്യ വക്താവ് രൺബീർ ജസ്വാളാണ് ഇക്കാര്യം പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒട്ടേറെ താരങ്ങൾ ഇവിടെ കളിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മേഖലകളാണ്. കായിക, വ്യവസായ, വികസന മുന്നേറ്റങ്ങളിലൊക്കെ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാൻ അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ സമീപനത്തിന് സ്വീകാര്യത ലഭിക്കും. അഫ്ഗാൻ ജനതയ്ക്ക് ഇപ്പോൾ ഇന്ത്യ നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇത് പാകിസ്ഥാനെ ഏറെ ചൊടിപ്പിക്കുന്നുണ്ട്. അഫ്ഗാനെ വികസനങ്ങളിൽ പിന്നോട്ടടിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും ശ്രമം തുടരുന്നുണ്ട്. അഫ്ഗാന്റെ വളർച്ച തങ്ങൾക്ക് ഭീഷണിയാണെന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു. ഈ സാഹചര്യത്താലാണ് അഫ്ഗാൻ ഇന്ത്യയുമായി ഏർപ്പെടുന്ന വികസന വ്യാപാര ബന്ധം പാകിസ്ഥാനെ ഉലയ്ക്കുന്നത്.